സോഷ്യൽ മീഡിയയുടെയും ഫ്ലെക്സ് ബോർഡുകളുടെയും റീൽസുകളുടെയും തരംഗത്തിനിടെയും പാർട്ടികൾക്ക് പ്രചാരണത്തിന് പ്രിയം ചുവരെഴുത്തുകളോട് തന്നെയാണ്. ചുവരെഴുത്തുകളിൽ എഴുതിയാൽ കിട്ടുന്ന ശ്രദ്ധ പോസ്റ്ററുകളിൽ കിട്ടില്ലെന്നാണ് കഴിഞ്ഞ 40 വർഷമായി ചുമരെഴുത്ത് നടത്തുന്ന കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്വദേശി ചന്ദ്രബാബു പറയുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഏതായാലും ചുവരെഴുത്തുകൾ വഴിമാറിയ കാലമുണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും വോട്ടർമാരുടെ മനസ്സിൽ പതിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചുവരെഴുത്തുകൾ തന്നെ വേണമെന്ന അഭിപ്രായം തന്നെയാണ് മുന്നണി ഭേദമന്യേ എല്ലാവരിലും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ്. സംസ്ഥാനത്തുടനീളം ചുവരെഴുത്തുകളും സജീവമാണ്. തെരഞ്ഞെടുപ്പ് കാലമായാൽ പിന്നെ ചന്ദ്രബാബു ചേട്ടൻ തിരക്കിലാണ്. സ്ഥാനാർത്ഥികളെക്കാൾ തിരക്കാണ് എന്നും വേണമെങ്കിൽ പറയാം. സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയുള്ള ഓട്ടത്തിലാണെങ്കിൽ ചന്ദ്രബാബു ചേട്ടൻ്റെ ഓട്ടം ചുവരുകൾ തേടിയാണ് എന്ന് മാത്രം. കഴിഞ്ഞ 40 വർഷമായി ഇദ്ദേഹം ചുവരെഴുത്ത് തുടങ്ങിയിട്ട്. സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിത്രവും അടങ്ങിയ വിവരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും പ്രാദേശിക തലത്തിൽ ചുവരെഴുത്തുകൾ പോലെ ഏശുന്ന പ്രചാരണം വേറെ ഇല്ല എന്നതാണ് ചന്ദ്രബാബു ചേട്ടൻ പറയുന്നത്. സ്ഥാനാർത്ഥികളെ പേരും ഇതെല്ലാം കൂടെ കിട്ടണമെങ്കിൽ ആർട്ടിസ്റ്റുമാരിങ്ങനെ എഴുതിയ അതിലാണുള്ള മന്നപോലെ മനസ്സിൽ പതിയ അതൊരു ആർട്ടാണത്. പുതിയ കാലത്തെ രീതികൾ അങ്ങനെ എത്തൂല. അത് പഴയ ആ സ്റ്റൈൽ തന്നെയാണ് ഒരു ഭംഗി കൂടുതലുണ്ടാകുക. വർഷങ്ങളായി നിറം മങ്ങി പായൽ പിടിച്ചു കിടക്കുന്ന റോഡരികിലെ മതിലുകൾക്ക് ശാപമോക്ഷം കിട്ടുന്നതും തെരഞ്ഞെടുപ്പ് കാലത്താണ്. മുൻകാലങ്ങളിൽ ചുവരെഴുതാൻ ചുണ്ണാമ്പ് കലക്കിയതും കാവിപ്പൊടിയും നീലവുമാണ് ഉപയോഗിച്ചിരുന്നത്. ശക്തമായ ഒരു മഴ വന്നാൽ ഇതെല്ലാം ഒലിച്ചുപോകും. എന്നാൽ രാത്രികാലങ്ങളിൽ വരെ തിളങ്ങി നിൽക്കുന്ന ഫ്ലൂറസെന്റ് പെയിന്റുകളാണ് ഇപ്പോൾ താരം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചുവരെഴുത്തുകളേക്കാൾ നല്ല മാധ്യമമില്ലെന്നതിനാൽ ചുവരുകളെല്ലാം സ്ഥാനാർത്ഥികളുടെ പേരുകളും ചിഹ്നങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.